സുഹൃത്തുക്കളെ, സല്യൂട്ട്. ജയിൽ DGP ആയിരുന്നപ്പോൾ ഉണ്ടായ മറ്റൊരു രസകരമായ സംഭവമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. 2017 ഏപ്രിൽ മാസം തിരുവനന്തപുരത്ത് നന്ദൻകോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പയ്യൻ, 28 വയസ്സ് എങ്ങാണ്ട് പ്രായമേ ഉള്ളൂ. അപ്പോൾ അവന്റെ പേര് കേഡൽ ജിൻസൺ രാജ എന്നായിരുന്നു. അവന്റെ അച്ഛൻ ശ്രീ രാജരത്നം എന്ന് പറയുന്ന ഒരു കോളേജ് പ്രൊഫസർ ആയിരുന്ന ആളെയും അമ്മ ജീൻ പത്മ എന്ന് പറയുന്ന ഒരു ഡോക്ടറായിരുന്നു. വളരെ മിടുക്കിയായിട്ടുള്ള പ്രഗത്ഭയായിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു. എൻ്റെ ചേച്ചിയുടെ കൂടെ പഠിച്ചതാണ്. എൻ്റെ ചേച്ചിയും ഡോക്ടറാണ്. അപ്പോൾ മൂത്ത ചേച്ചിയുടെ കൂടെ പഠിച്ചത് കൊണ്ട് ചേച്ചിക്കും നല്ലപോലെ അറിയാവുന്നതായിരുന്നു ഈ ഡോക്ടർ ജീൻ പത്മ. പിന്നെ അവരുടെ മോള് കാരളിൻ എന്നാണെന്ന് തോന്നുന്നു പേര്. അത് MBBS ഒക്കെ പഠിത്തം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് PG വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 3 പേരെയും ഈ കേഡൽ ജിൻസൺ രാജ സ്വന്തം അച്ഛനെയും അമ്മയെയും അനിയത്തിയെയും കൊന്നു. അവിടെ താമസിച്ചിരുന്ന ഒരു ലളിത എന്നു പേരുള്ള ഒരു ലേഡി, അവര് ജീൻ പത്മത്തിന്റെ ഏതോ ഒരു ബന്ധുവാണ്, കസിനോ മറ്റോ ആണെന്ന് തോന്നുന്നു. അവർക്കാരും ഇല്ലാത്തത് കൊണ്ട് അവരെ സംരക്ഷിച്ച് അവരുടെ കൂടെ നിൽക്കുകയായിരുന്നു. ഈ വീട്ടില് നന്ദൻകോടുള്ള ഒരു വീടെന്ന് പറയുന്ന വളരെ കണ്ടാൽ തന്നെ ഭാർഗവി നിലയം പോലെ ഇരിക്കുന്ന ഒരു വല്ലാത്ത ഒരു സ്ഥലത്താണ്, അകത്തോട്ട് കയറിയ ഒരു വീടാണ്. പക്ഷെ അതിന്റെ തൊട്ടടുത്ത് അവിടെ ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട്. ഇവർ രണ്ടുപേരും, ഈ ശ്രീ രാജരത്നവും ജീൻ പത്മവും വളരെ പണക്കാരാണ്. ഒരുപാട് കാശുള്ള ഫാമിലി എന്നുള്ളതാണ്. കോടിക്കണക്കിന് സ്വത്തിന്റെ ഉടമസ്ഥരാണ്. മൂത്ത മോനാണ് കേഡൽ ജിൻസൺ രാജ. ഇവൻ പഠിക്കാനായിട്ട് MBBS തന്നെ ചേർത്ത എവിടെയോ ഫിലിപ്പീൻസിലോ അതുപോലുള്ള ഏതോ ഒരു സ്ഥലത്ത് പഠിക്കാൻ അയച്ചു. പക്ഷെ അവൻ 1-2 വർഷം കഴിഞ്ഞിട്ട് അത് നിർത്തി തിരിച്ചു വന്നിട്ട് എനിക്ക് വീണ്ടും കമ്പ്യൂട്ടറാണ് താല്പര്യം, അപ്പം കമ്പ്യൂട്ടർ പഠിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഓസ്ട്രേലിയയിൽ പോയി എന്തോ ഒരു കമ്പ്യൂട്ടർ IT ഇതിൽ പഠിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷം അവൻ അവിടുന്നും പ്രശ്നങ്ങളുണ്ടായി തിരിച്ചു വന്ന് അങ്ങനെ വീട്ടിൽ നിന്നുകൊണ്ട് ഞാൻ ഗെയിമിങ് ചെയ്യാനാണ് എനിക്കിഷ്ടം, ഞാൻ ഗെയിംസ് ഉണ്ടാക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവൻ എപ്പോൾ നോക്കിയാലും കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഓരോ കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമുള്ള ആളായിരുന്നു. അപ്പോൾ ഈ പയ്യൻ ഒരു ദിവസം അച്ഛനെയും അമ്മയെയും അനിയത്തിയെയും കൊന്നു. അതോടൊപ്പം തന്നെ തൻ്റെ അമ്മായിയെയും കൊന്നു. എന്നിട്ട് വീട്ടിലൊരു സെർവൻ്റ് ഉണ്ടായിരുന്നു. അവർ രാവിലെ വന്നിട്ട് വൈകിട്ട് പോകുന്ന ഒരു ലേഡിയായിരുന്നു. ഇവരൊന്നും അറിഞ്ഞേയില്ല. എന്നിട്ട് വേലക്കാരി വന്ന് ചോദിക്കുമ്പോൾ പറയും അത് അവര് കന്യാകുമാരി ടൂർ പോയിരിക്കുകയാണെന്ന് പറയും. കാരണം അവർക്ക് കന്യാകുമാരി അടുപ്പിച്ച് കുറേ സ്ഥലവും വസ്തുവും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്, അതൊക്കെ നോക്കാൻ എന്നുള്ള മട്ടിൽ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഒരു ദിവസം രാവിലെ നാട്ടുകാര്, തൊട്ടടുത്ത വീട്ടുകാരും ഒക്കെ ഈ വീട്ടിൽ നിന്ന് മുകളിലത്തെ നിലയിൽ നിന്ന് തീയും പുകയും ഒക്കെ ഭയങ്കരമായിട്ട് വരുന്നത് കണ്ടിട്ട് അവര് പോലീസിനെ വിവരം അറിയിക്കുകയും അകത്ത് കയറാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഫയർഫോഴ്സും ഒക്കെ വന്ന് തീ അണച്ച ശേഷം കയറി നോക്കുമ്പോഴാണ് മുകളിലത്തെ നിലയിൽ ഇവൻ താമസിച്ചിരുന്ന മുറിയിൽ, ഇവന്റെ മുറി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അതിന്റെ ബാത്റൂമിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ഫാദറിന്റെയും മദറിന്റെയും ശവശരീരങ്ങളും അനിയത്തിയുടെ ശവശരീരം മുറിക്കാതെ തന്നെ ഒരു സ്ഥലത്തിട്ട് കത്തിച്ചിരിക്കുകയായിരുന്നു. ഈ കുഞ്ഞമ്മയുടെ ശവശരീരം ഒരു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് ഏതോ ഒരു മൂലയിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പിച്ച ഒരു കാര്യമാണ്. അവൻ അവിടെ സ്ഥലത്തില്ലായിരുന്നു, നാട് വിട്ട് പോയിരുന്നു, വീടും കൂട്ടി എവിടെയോ പോയിരിക്കുകയായിരുന്നു. പക്ഷെ അവൻ തിരിച്ചു വന്നു. കാരണം അവനടുത്തും നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു തോന്നുന്നു. മദ്രാസിലോ മറ്റോ ചെന്നൈയിലെ ഒരു ട്രെയിനിൽ കയറി പോയി. എന്നിട്ട് തിരിച്ച് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്താണ് പോലീസുകാർ ഇവരെ ഐഡന്റിഫൈ ചെയ്ത് പിടിച്ചത്. അപ്പോഴേക്കും വലിയ വാർത്തയായി ഇത്. ഈ സ്വന്തം അച്ഛനെയും അമ്മയും അനിയത്തിയെയും കൊന്നിട്ട് ഒരു അമ്മായോ കുഞ്ഞമ്മയോ ആരെയോ കൊന്നിട്ട് കടന്നു കളഞ്ഞു എന്നുള്ള മട്ടില് അവൻ തന്നെയാണെന്നുള്ളതിന് സംശയമില്ല. കാരണം എല്ലാവരും പറഞ്ഞിരുന്നു അവന് ചെറിയ മാനസിക അസുഖമുള്ള പയ്യനാണ്, കുട്ടിക്കാലം മുതൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് എന്നുള്ള രീതിയിൽ ആളുകൾ പറഞ്ഞതുകൊണ്ട് ആ അനുമാനത്തിലാണ് പോലീസ് അവന് വേണ്ടി വല തിരിച്ചതും അവസാനം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത്. ഇവന് 14-15 ദിവസം പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ ആയിരുന്നു. പലതരത്തിലുമുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചിരുന്നു. സാധാരണ ഒരു കേസ് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് കേസ് കോടതിയിൽ ശിക്ഷിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തെളിവുകളാണ് നമ്മൾ ശേഖരിക്കുന്നത്. കാരണം ഇത് വലിയ കൊലയാണല്ലോ, ഒരു വല്ലാത്ത ഒരു കേസാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പരമാവധി ശിക്ഷ അവന് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള നിലയിൽ പോലീസ് അന്വേഷിക്കുമ്പോൾ ഇവന് മാനസിക അസ്വാസ്ഥ്യം കൊണ്ടാണ് ഇത് ചെയ്തതെന്ന് പലപ്പോഴും നമ്മൾ പറയില്ല. അതിന് പകരം സ്വന്തമായിട്ട് സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും നിരന്തരം ഉപദ്രവിക്കുന്നതിനുള്ള വ്യക്തി വിരോധം കാരണമോ അല്ലെങ്കിൽ അനിയത്തി കളിയാക്കുന്നതിന്റെ വിരോധം കാരണമോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് നമ്മൾ കേസ് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ആർക്കും ഒരു സംശയവും ഇല്ലായിരുന്നു ഇവന് ചെറിയ മാനസിക അസ്വസ്ഥത കാണിച്ചിരുന്ന കുട്ടിയാണ് എന്നുള്ളതിന്. ഒരിടത്തും ഒരു സ്ഥിരമായിട്ട് നിൽക്കാതെ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള, ഒതുങ്ങിക്കൂടുന്ന, ആരോടും സംസാരിക്കാതെ അവൻ മാത്രമായിട്ടുള്ള ഒരു വീട്ടിലിങ്ങനെ അടച്ചിരുന്ന, അങ്ങനെ മറ്റാരുമായിട്ട് അവനൊരു ബന്ധവുമില്ല, അങ്ങനെ ഇരിക്കുന്ന ഒരു പയ്യനായിരുന്നു. അപ്പൊ ഇവനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് 14-15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച്
കോടതിയിൽ നിന്ന് ജുഡീഷ്യൽ റിമാൻഡ് വന്നപ്പോഴാണ് അവൻ ജയിലിലേക്ക് വരുന്നത്. അപ്പം തിരുവനന്തപുരം ജില്ലാ ജയിലിലെ ഒരു സെല്ലില് അവനെ പാർപ്പിച്ചിരിക്കുന്ന സമയത്താണ് ഇവൻ അടുത്ത് കിടന്ന ഒരാളെ രാത്രി സമയം കൊല്ലാൻ ശ്രമിച്ചത്. അപ്പൊ ഇവൻ ജയിലിൽ വന്നിട്ട് 1-2-3 ദിവസമായിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഇത്രയും വലിയ കേസാണ്, ഇത്രയും വലിയ സംഭവമാണെന്നൊക്കെ അറിഞ്ഞെങ്കിലും ഞാൻ പോയി അവനെ കാണാൻ വേണ്ടി ജയിലിൽ പോയിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ സാധാരണ ചെയ്യാറില്ല. എന്തെങ്കിലും ആവശ്യത്തിന് ജയിൽ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന വ്യക്തി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് നോക്കും എന്നുള്ളതല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് നമ്മൾ പോയി കാണേണ്ട അങ്ങനെ ഒരു കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് ഈ സൂപ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു, ഇവൻ ഇങ്ങനെ ഒരാളെ കൊല്ലാൻ ഒരു ശ്രമം നടത്തി ഇന്നലെ രാത്രിയിൽ എന്ന് പറഞ്ഞപ്പോ ആരെയാണ് ഇവൻ അറ്റാക്ക് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ആള് കൈക്കൂലി കേസിൽ പിടിയിലായിട്ട് റിമാൻഡിലായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു. അപ്പൊ അയാളെയാണ് അടുത്ത് കിടത്തിയിരുന്നെന്നുള്ളത് കഷ്ടമായിപ്പോയി. അയാൾ എന്തായാലും രക്ഷപ്പെട്ടു, എല്ലാവരും മാറ്റി, ബാക്കി എല്ലാവരും കൂടെ വന്ന് മാറ്റിയതുകൊണ്ട്. പക്ഷെ അയാളുടെ കഴുത്തിലൊക്കെ നല്ലപോലെ പാടൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അയാൾക്ക് ഭയങ്കര പേടിയുമായിപ്പോയി. അപ്പൊ എന്തായാലും ഇവനോട് എനിക്കൊന്ന് ചോദിക്കണമല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ അടുത്ത് കിടക്കുന്ന ആളെ കൊല്ലാൻ ശ്രമിച്ചത്? ഇങ്ങനെ കഴുത്തിങ്ങനെ ഞെക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള ശ്രമമായിരുന്നു നടത്തിയിരുന്നത്. എന്തായിരുന്നു അതിന്റെ കാരണം എന്ന് ചോദിക്കണമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അവനുമായിട്ട് സംസാരിക്കാമെന്ന് തീരുമാനിച്ചത്. എന്തായാലും ഞാൻ ജയിലിൽ പോയി ആക്രമിക്കപ്പെട്ട ആളെ കണ്ടു, അയാളെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അപ്പൊ ഈ കേരള ജിൻസൺ രാജയെ കൂടെ കണ്ടേക്കാം, അവനെ ഒന്ന് മുറിയിലോട്ട് വിളിപ്പിക്കുന്നു. ഞാൻ സൂപ്രണ്ടിന്റെ മുറിയിലിരുന്നു. അപ്പൊ സൂപ്രണ്ടും ബാക്കി എല്ലാവർക്കും ഭയങ്കര പേടി. അവർ പറഞ്ഞു, മേഡം കാണണ്ട, ഒറ്റയ്ക്ക് കാണണ്ട. അവൻ ഭയങ്കര ഒരു വല്ലാത്ത സ്വഭാവമാണ്, പെട്ടെന്ന് കൺട്രോൾ പോകുന്ന ഒരു സ്വഭാവമാണെന്ന് തോന്നുന്നു. മേഡം അങ്ങനെ സംസാരിക്കാൻ കാണുമൊന്നും വേണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ എനിക്ക് താല്പര്യമുണ്ട്, നോക്കാം എന്താ അവനെങ്ങനെ ചെയ്താന്നറിയാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ വന്നു. അവന് ഭയങ്കര മടി എല്ലാവരും മുമ്പിൽ വെച്ച് സംസാരിക്കാനായിട്ട്. ഈ ഓഫീസേഴ്സും മറ്റുള്ളവരും ഒക്കെ യൂണിഫോമിൽ ഇങ്ങനെ ചുറ്റും നിൽക്കുമ്പോൾ അവനാണെങ്കിൽ അവരെ പേടിയോടുകൂടി നോക്കുകയാണ്. അവൻ എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവരും വെളിയിൽ ഇറങ്ങി നിൽക്കാൻ, ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അതും എല്ലാവർക്കും വലിയ പേടി. അപ്പോൾ അവനൊരു ബെല്ലൊക്കെ അടിച്ച ശബ്ദം, വലിയ ശബ്ദം കേൾക്കുന്ന ഒരു ബെല്ലൊക്കെ കൊണ്ട് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, മേഡം ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അടിച്ചാൽ ഞങ്ങൾ ഡോറിൻ്റെ പുറത്ത് തന്നെ കാണുന്നു. അവർ അങ്ങനെ മനസ്സുപോലെ വെളിയിലിറങ്ങിപ്പോയി. ഞാൻ പതുക്കെ കേരള ജിൻസൺ രാജയുടെ അടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഞാൻ മോനെ എന്താ ഇങ്ങനെ ചെയ്തത്? അടുത്ത് കിടന്നുറങ്ങിയ ആളെ മോൻ്റെ അടുത്ത് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? അയാളെ നേരത്തെ അറിയായിരുന്നു, എന്തുകൊണ്ടാണ് അയാളെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞു. അത് എന്നോട് കൊല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ആര് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ആ മോൺസ്റ്റർ എന്നോട് പറഞ്ഞു. ആ മോൺസ്റ്റർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കിൽ 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 ഹിം കിൽ ഹിം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം അവൻ നന്നായിട്ട് ഇംഗ്ലീഷ് പറയും, ഞാൻ വെളിയിലൊക്കെ പഠിച്ചത് കൊണ്ട്. സോ ഐ ട്രൈ ടു ഇഗ്നോർ ഇറ്റ്. ഞാനത് ഇഗ്നോർ ചെയ്യാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അയാൾ വളരെ ഹി വാസ് വെരി പെർസിസ്റ്റന്റ് ആൻഡ് ഹി കെപ്റ്റ് ഓൺ സേയിങ് കിൽ 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 ഐ വാണ്ട് ബ്ലഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഭൂതമാണോ പ്രേതമാണോ ആരാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അയാളെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. ഒരു കറുത്ത ഒരു രൂപം, ഉരുണ്ട തലയൊക്കെ വെച്ചിട്ട് കറുത്ത ഒരു രൂപമാണ്, നല്ല മെലിഞ്ഞാണ്, നല്ല പൊക്കമുണ്ട്. ആ രൂപത്തിന്റെ തലയിലൂടെ രണ്ടിങ്ങനെ ആന്റനാസ് ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. ഒരെണ്ണം ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നു, മറ്റൊരെണ്ണം വേറെ വശത്തോട്ട് നീണ്ടു കിടക്കുന്നു. അയാളുടെ മുഖമൊന്നും ശരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ വയ്യെങ്കിലും അയാൾക്ക് ചുമന്ന കണ്ണുണ്ട്, വെള്ള പല്ലുകളുണ്ട്. അയാളിങ്ങനെ വാ തുറക്കുമ്പോൾ കൂർത്ത പല്ലുകൾ കാണാൻ പറ്റും. അയാളുടെ നീണ്ട വെള്ള നഖമുണ്ട്, നഖത്തിന്റെ അറ്റത്തൊക്കെ ചോരയുണ്ട്. എന്നിട്ട് എന്നോട് വലിയ ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് വന്ന് പറയും, യു ആർ ദ പേഴ്സൺ ഐ ചോസ് ടു കിൽ എന്നൊക്കെ പറയും. ഞാനൊരു തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെന്നുള്ള മട്ടിലാണ്. അപ്പം ഇന്നലെ രാത്രിയിൽ ഞാനിങ്ങനെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടപെടെ എന്നെ ഇങ്ങനെ വിളിച്ചുണർത്തി ആ ഭൂതം. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കിൽ 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 എന്ന്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് കിടക്കുന്ന ആള് ഇയാളായിരുന്നു, മറ്റേ ആളെ എനിക്ക് എതവില്ല. അപ്പം ഇങ്ങോട്ട് തിരിഞ്ഞ് ഞാൻ നിൽക്കുമായിരുന്നു കൊല്ലാൻ. അപ്പം അലറിക്കൊണ്ടിരുന്നു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാത്ത പോലെ വിഷമം വരുമ്പോൾ കൊന്നു കഴിയുമ്പോൾ ഒരു സമാധാനമാണ്, അതുകൊണ്ടാണ് ഞാൻ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് കേട്ടപ്പോൾ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ടായി ഇവനാണ്. അപ്പം ഞാൻ ചോദിച്ചു, മോൻ്റെ കുട്ടിക്കാലത്തെ കാര്യം എങ്ങനെയായിരുന്നു, കുട്ടിക്കാലം എന്ന് പറയാമോ, സ്കൂളിലൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ ക്രൈസ്റ്റ് നഗർ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ എനിക്ക് ഫ്രണ്ട്സ് വളരെ കഷ്ടമായിരുന്നു, എന്നെ എല്ലാവർക്കും ദേഷ്യമായിരുന്നു. ബിക്കോസ് ഞാൻ കുറച്ച് ഇൻ്റലക്ച്വലാണ്, ഞാൻ ഭയങ്കര ബുദ്ധിയുള്ളതാണ്. പക്ഷെ എൻ്റെ 9 വയസ്സുള്ളപ്പോൾ എനിക്കൊരു പ്രശ്നം പറ്റി. കാരണം ഞാനിങ്ങനെ വലിയ ബുദ്ധി കാണിക്കുന്നത് കൊണ്ടും എനിക്ക് ചെറിയതായിട്ട് ഫിറ്റ്സ് ഒക്കെ വരുന്നത് കൊണ്ടും ഒക്കെ അമ്മ ഒരു ഫാദറിനെ, പള്ളിയിലെ ഒരു ഫാദറിന് നല്ല ചികിത്സയൊക്കെ അറിയാം, മന്ത്രവാദമൊക്കെ അറിയാവുന്ന ഫാദറാണ്. അപ്പൊ അമ്മ ആ ഫാദറിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഫാദർ എന്നോട് കുറേ നേരം സംസാരിച്ചു. അതിനുശേഷം ഫാദർ പറഞ്ഞു, ഒരു മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് കുടിക്കാൻ ഒരു മരുന്ന്, ഒരു പച്ചമരുന്നാണ്, ഒരു കഷായം പോലൊരു സാധനമാണ്. അത് ഫാദർ തരുമായിരുന്നു. അമ്മ അതിനെ നിർബന്ധിച്ച് അടിച്ച് വഴക്ക് പറഞ്ഞ് കുടിപ്പിക്കുമായിരുന്നു. അപ്പൊ അത് കുടിച്ചതിൽ പിന്നെയാണ് ഞാൻ വേഴ്സായിപ്പോയത്. അപ്പൊ ഫാദറാണ് റെസ്പോൺസിബിൾ എൻ്റെ ഈ സിക്നസിനെന്നുള്ള മട്ടില്. ആ 9 വയസ്സ് തൊട്ട് എന്നെ കൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ഈ മരുന്ന് കുടിപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് അസുഖം വന്നത്. എനിക്കിപ്പോൾ എപ്പോഴും ഇങ്ങനെ മനസ്സിനിങ്ങനെ ഇരുണ്ട ചിന്തകളാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ എന്താ സംഭവിച്ചത് പറഞ്ഞാൽ എന്താ ഈ അച്ഛനെയും അമ്മയും സിസ്റ്ററിനെയൊക്കെ കൊല്ലാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ വെറുതെ എന്നെ നോക്കി ചിരിക്കുകയാണ് ചെയ്തത്. പക്ഷെ അവൻ പോലീസിനോട് പറഞ്ഞത് ആസ്ട്രൽ പ്രൊജക്ഷൻ കാണും എന്നൊക്കെയുള്ള മട്ടിലാണ് അവൻ പറഞ്ഞത്. ഇവൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും, ഒരു വല്ലാത്തൊരു ചിരിയാണ് ഇവന്റെ മുഖത്ത് എപ്പോഴും കാണുന്നത്. അപ്പൊ ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ച് ഞാൻ അവനോട് ചോദിച്ചു എന്താണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് അറിയാമോ എന്ന് ചോദിച്ചു. പറഞ്ഞു യെസ്, ദ സോൾ ലിവിങ് ദ ബോഡി, the soul will leave the body and you will feel elevated and you will go along with the angels in heaven എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതിന് എന്തിനാണ് അച്ഛനെയും അമ്മയും അനിയത്തെയും കൊന്നതുകൊണ്ട് എങ്ങനെയാണ് അസ്ട്രൽ പ്രൊജക്ഷൻ? ഐ വോണ്ടഡ് ടു സീ ദം ഡു ദാറ്റ്. അവർ ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, അവരിങ്ങനെ അസ്ട്രൽ പ്രൊജക്ട് ചെയ്ത് അവരിങ്ങനെ നല്ല രീതിയിൽ പോകുന്ന എനിക്ക് കാണുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇവൻ ചെയ്തത് പോലീസ് കഥ അനുസരിച്ച് ഒരു കുറേ നാളായിട്ട് അവനിങ്ങനെ മനസ്സിലിങ്ങനെ ഇങ്ങനെ ആസ്ട്രൽ പ്രൊജക്ഷനോ എന്തൊക്കെയോ ഒരു വല്ലാത്ത ചിന്തകളൊക്കെ വന്നിട്ട് ഈ ഡ്രഗ്സ് കൂടുതൽ കഴിച്ചത് കൊണ്ടാണോ അതോ എന്തെങ്കിലും മാനസികമായിട്ട് അല്ലാത്ത അസ്വസ്ഥത കൊണ്ടാണോ അതോ നെഗ്ലക്റ്റ് കൊണ്ടാണോ ഇവനൊന്നും എത്തിയിട്ടില്ല, ഒരിടത്തും എത്തിയില്ല, ബാക്കി എല്ലാവരും നല്ല ഉയർന്ന നല്ല പേര് കേട്ട ആൾക്കാരെന്നൊക്കെയുള്ള കോംപ്ലക്സ് കൊണ്ടാണോ എന്തൊക്കെയാണെന്ന് അറിയില്ല. എന്തായാലും ഇവനിത് പ്ലാൻ ചെയ്ത കുറ്റകൃത്യം തന്നെയായിരുന്നു. ഇവൻ നെറ്റിൽ കയറി ഒരു ഡാർക്ക് വെബ്, ഡാർക്ക് നെറ്റ് എന്നൊക്കെ പറയുന്നതിനോട് വലിയ ഇഷ്ടമായിരുന്നു. അപ്പൊ അതൊക്കെ അവൻ ചെയ്യുമായിരുന്നു, അതിന് ചെയ്യാനൊക്കെ ഇഷ്ടവുമായിരുന്നു. അപ്പൊ ഡാർക്ക് നെറ്റിൽ കയറി ഇവൻ കോടാലി, വെട്ടുകത്തിയും ഇതുപോലെ മാരക ആയുധങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങും. അപ്പൊ അത് വീട്ടിൽ വരുമ്പോൾ എന്താന്ന് ചോദിക്കും, പറയും അതെനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള നെഞ്ചാക്കാണ്, ഞാൻ മുറിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കളരി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതിനുള്ള സ്വോർഡാണെന്നൊക്കെ പറയും. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അവൻ ഇത് വെച്ചിട്ട് വെട്ടി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. വീട്ടിലെ മരങ്ങളൊക്കെ വെട്ടുമായിരുന്നു. ഒരിക്കൽ എന്തൊരു പൂച്ചയോ പട്ടിയോ എങ്ങാണ്ട് വെട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല അതിനെപ്പറ്റി. എന്തായാലും അവൻ ഇത് പ്രാക്ടീസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂർച്ച കൂട്ടിയൊക്കെ വെക്കും. ഈ ആക്സ് മുറി വെച്ചിട്ട് അവൻ ഒരു ദിവസം താഴോട്ട് വന്നിട്ട് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഊണ് കഴിഞ്ഞിട്ടുള്ള സമയമോ അതോ തൊട്ട് മുമ്പുള്ള സമയമോ ആണെന്ന് തോന്നുന്നു. അച്ഛാ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടെടുത്ത കമ്പ്യൂട്ടർ ഗെയിം എനിക്കൊന്ന് കണ്ടു നോക്കാം, ഒന്ന് നോക്കിയിട്ട് പറയാമോ കൊള്ളാവോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മറ്റാരും അറിയാതെ സ്വന്തം പിതാവിനെ വിളിച്ചുകൊണ്ട് മുകളിലോട്ട് കൊണ്ടുപോയത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറൊക്കെ ഓൺ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നില്ല. അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നിട്ട് കൂടെ പുറകിൽ ആക്സ് വെച്ചിട്ട് വെട്ടി തലക്കടിച്ചു ഒക്കെയാണ് കൊന്നത്. എന്നിട്ട് ആ ബോഡി വലിച്ചെടുത്ത് ബാത്റൂമിൽ കൊണ്ടിട്ട് ടബോ മറ്റോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അവിടെ ബാത്റൂമിൽ എന്തായാലും കൊണ്ടിട്ട് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വീണ്ടും താഴെ പോയി അമ്മയെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ അമ്മയെ വിളിച്ചുകൊണ്ട് പോയി അമ്മയുടെയും കൊലപാതകം നടത്തിയ ശേഷം വീണ്ടും അവരെയും വലിച്ചഴിച്ച് കൊണ്ട് ബാത്റൂമിൽ ഇട്ടു. പിന്നെ താഴെ ഇറങ്ങി ചെന്ന് സിസ്റ്ററുമായിട്ട് സംസാരിച്ച സിസ്റ്റർ വെച്ച് എവിടെ അച്ഛനും അമ്മയോട് അവർ മുകളിൽ നിന്ന് ഞാൻ ചെയ്ത കമ്പ്യൂട്ടർ ഗെയിം കാണുക, വാ വന്ന് കാണാൻ, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നീയും കൂടെ പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ അനിയത്തിയെ വിളിച്ചുകൊണ്ട് പോയി മുകളിൽ കൊണ്ടുചെന്ന് അവളുടെയും ഇതുപോലെ കൊന്നിട്ട് അവിടെ കൊണ്ടിട്ടു. അപ്പം സെർവന്റ് മറ്റേ അവരുടെ ബന്ധുവായിട്ടുള്ള ലളിത എന്ന് പറഞ്ഞ ലേഡി അവരൊക്കെ ആ സമയം താഴെ ഉണ്ട്, പക്ഷെ അവരൊന്നും അറിഞ്ഞുമില്ല, ശബ്ദം കേട്ടുമില്ല, ഒന്നുമില്ല. എന്താ ഈ കമ്പ്യൂട്ടറിന്റെ ശബ്ദം ഉറക്കെ വെച്ചിരുന്നതുകൊണ്ടാണോ അതോ മുഴുവൻ സൗണ്ട് പ്രൂഫ് ആണോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും ശബ്ദമൊന്നും ആരും കേട്ടില്ല എന്ന് പറയുന്നു. ഇവർ ഈ 3 പേരെയും കൊന്നിട്ട് പിന്നെ അന്ന് വൈകിട്ടോ മറ്റോ ആണ് സെർവന്റ് വീട്ടിൽ പോയതിനു ശേഷമാണ് ഇവൻ ഈ ലളിത എന്ന് പറഞ്ഞ ലേഡിയെയും കൂടെ കൊല്ലുന്നത്. കാരണം അവർക്ക് സംശയമായി, അവർക്ക് കാലിന് സുഖമില്ലാതെ പടിയൊന്നും കയറി മുകളിൽ പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ അവർ താഴെ വെച്ച് തന്നെ എന്തോ എടുത്ത് വെച്ച് അവരെ അടിച്ചൊരു ബെഡ്ഷീറ്റിൽ പോയി ഞാൻ അവരെ അവർ മുകളിലോട്ടൊന്നും കൊണ്ടുപോയില്ല, താഴെ തന്നെ എവിടെയോ പടിയുടെ അടിയിലോ മറ്റോ അങ്ങനെ ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇവർ അവിടെ എങ്ങോട്ട് കൂടി മരണശേഷം 3 ദിവസം ആ വീട്ടിൽ ഡെഡ് ബോഡിയുടെ കൂടെ താമസിച്ചു, ബാത്റൂമിലൊക്കെ കിടന്ന്. എന്നിട്ട് അവസാനം ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും സ്മെല്ല് വരുമല്ലോ. അപ്പൊ സ്മെല്ല് വരാൻ തുടങ്ങിയപ്പോൾ ഇവനത് കത്തിക്കാൻ ഒരു ശ്രമം നടത്തി. അപ്പൊ ഇവൻ എവിടുന്നോ പോയി കുറെ മണ്ണെണ്ണയും വെണ്ണയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് ഒഴിച്ചിട്ട് അത് കത്തിച്ചു. അങ്ങനെ ആ കത്തി ആളി പടർന്നാണ് ഈ 3 മൃതദേഹങ്ങൾ കത്തുവാണല്ലോ. അപ്പൊ അത് ആളി പടർന്നിട്ടാണ് പുക വീട്ടിലോട്ട് ജനലൊക്കെ പൊട്ടിത്തെറിച്ച് പോവുകയും പുക വീട്ടിന്റെ വെളിയിലോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഇവൻ പേടിച്ചു. അപ്പൊ ഇവനെല്ലാം കൈ കിട്ടിയ സാധനങ്ങളെല്ലാം വാരി ഒരു ബാഗ് എടുത്തുകൊണ്ട് സ്ഥലം വിട്ട് ട്രെയിനിൽ കയറി മദ്രാസിൽ പോവുകയാണ് ചെയ്തത്. പക്ഷെ അവിടെ ചെന്നിട്ട് അവനൊരു സ്വസ്ഥതയില്ല, അവന് തിരിച്ചു വരണം എന്നിങ്ങനെ തോന്നിക്കൊണ്ടിരുന്നുകൊണ്ട് അവൻ തിരിച്ചു വന്നു പോയി. അപ്പൊ തന്നെ ആ സമയത്ത് തന്നെ മദ്രാസ് ചെന്നൈ ചെന്ന് ഇറങ്ങി അവിടെ ഒന്ന് കറങ്ങി നടന്നു, അടുത്ത ട്രെയിനിൽ തന്നെ കയറി അവൻ തിരിച്ചു വന്നു എന്നാണ് അവൻ പറഞ്ഞത്. അവൻ തിരിച്ചു വന്നപ്പോൾ പോലീസ് പിടിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവന് വലിയ വട്ടാണ്, ഭയങ്കര ഒരു മാനസിക വിഭ്രാന്തിയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടെ അവൻ പെട്ടെന്ന് അവന്റെ ഭാവം മാറി. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, മാഡത്തിന്റെ പുറകിലൊരു, മാഡം നല്ല ആന്റി എന്നാണ് തോന്നുന്നു എന്നെ വിളിച്ചത്, ആന്റിയുടെ പുറകിലൊരു സാധനം നിപ്പുണ്ട് കേട്ടോ, ഒരു ഭൂതം. അപ്പം അവന്റെ ഈ മുഖഭാവവും അവന്റെ ശബ്ദമാറ്റവും അവന്റെ കണ്ണിന്റെ മാറ്റവും കാണുമ്പം നമുക്കിങ്ങനെ ഒരു കയ്യിലേക്ക് ഈ രോമാഞ്ചം പോലെ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നു അവിടെ രോമമൊക്കെ. പെട്ടെന്ന് ഇങ്ങനെ മനസ്സ് മുഴുവൻ ഇങ്ങനെ വല്ലാത്ത ഒരു ഇട്ട് പോലെ ഇങ്ങനെ വരും. അപ്പൊ അവരിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിലൂടെ ഇങ്ങനെ ഒരു സാധനം പോയി. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല, കാരണം നെറ്റ് നമ്മൾ സാധാരണ നെറ്റ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമല്ലോ. ഞാൻ
വളരെ സാവധാനം വളരെ സമാധാനം അഭിനയിച്ചുകൊണ്ടൊക്കെ ഞാൻ അവരോട് ചോദിച്ചു, എന്ത് സാധനം, ആര് ചോദിച്ചപ്പോൾ ആ സാധനം അതൊരു സ്ത്രീയാണ് കേട്ടോ, ഒരു സ്ത്രീ പ്രേതമാണ്, വെളുത്ത ഭൂതം ആണ് നിൽക്കുന്നത്. പക്ഷെ അത് കണ്ട പേടിയാവും. അതിൻ്റെ ഇങ്ങനെ കൂർത്ത പല്ലുകളും ഉണ്ട്, അതിൻ്റെ ദേഹത്തൊക്കെ ഇങ്ങനെ ചോര ഇങ്ങനെ മാന്തി സ്വയം ഇങ്ങനെ മാന്തി വെച്ച ചോരയൊക്കെ ഉണ്ട്. അതിൻ്റെ കണ്ണിങ്ങനെ തുറച്ച് പുറത്തോട്ട് തള്ളി അതിങ്ങനെ നിൽക്കുകയാണ് മാഡത്തിന്റെ പുറകെ. ഈ പോലീസിനെ എന്നെ പിടിച്ചോണ്ട് പോയില്ലേ പോലീസുകാർ, ജീപ്പിന്റെ പുറകിൽ എന്നെ ഇരുത്തിയപ്പം ആ ജീപ്പിനകത്ത് എന്നോടൊപ്പം ഈ പ്രേതം ഇരിപ്പുണ്ടായിരുന്നു, ഈ പൂതം, വെള്ള പൂതം. ആ പൂതം ഇരുന്നുകൊണ്ട് എന്നെ നോക്കി ഹ ചിരിച്ചുകൊണ്ടിരുന്നു. ആ പൂതമാണ് ഇപ്പൊ മാഡത്തിന്റെ പുറകെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തോ ചെയ്യുന്ന പൂതം ഇപ്പൊ എൻ്റെ അടുത്ത് കിൽ പറയുന്നു. ഇപ്പൊ ഞാൻ പേടിച്ച് പടപടപടാന്ന് ബെല്ലടിച്ചപ്പോ എല്ലാവരും കൂടെ കയറി ഞാൻ ഇവനെ പിടിച്ചോണ്ട് പോയി കാരണം എന്തൊക്കെയോ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും കൂടെ വന്ന് ഇവനെ പിടിച്ചോണ്ട് അവൻ പെട്ടെന്ന് ടപ്പ്, എല്ലാവരും കയറി വന്നപ്പോൾ പെട്ടെന്ന് ടപ്പെന്നങ്ങ് ശാന്തമായി. അല്ലെങ്കിൽ അവൻ എന്നെ ഒന്നും ചെയ്യുമെന്ന് തോന്നില്ല. കാരണം ഞാനും അവനും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. വലിയ മേശയുടെ ഒരു വശത്ത് ഞാൻ ഇരിക്കുന്നു, മറുവശത്ത് ഒരു കസേര ഇട്ട് അവൻ ഇരിക്കുന്നു. അപ്പൊ അവൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്കിങ്ങനെ എന്റെ പുറകിലൊരു ജനലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ കയറി വന്നിരുന്നു. പക്ഷെ അവൻ ഭയങ്കര ഭ്രാന്തനായിട്ടുള്ളൊരു, എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇത്രയധികം ഒരു മാനസിക വിഭ്രാന്തി ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ അതിശയകരമായിട്ടുള്ള വസ്തുതയാണ്. ആ സമയം തൊട്ട് തന്നെ ഇവനെ നമ്മള് പേരൂർക്കടയിലെ ഉളമ്പാറ മെന്റൽ ഹോസ്പിറ്റലിലോട്ട് വിടും. അവിടുത്തെ ഡോക്ടർമാരെ വിളിച്ച് പറയും ഇവനെ അവിടെ നിർത്തുക, കാരണം ഇവനെ ഇവിടെ നിർത്താനായിട്ട് യാതൊരു നിർവാഹവും ഇല്ല. ഇവിടെ അവനിങ്ങനെ വെള്ളം വെച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരെയും ഉപദ്രവിക്കുന്നു, ഒരു സ്വസ്ഥതയില്ല, ഇവന് മരുന്ന് വേണം, ചികിത്സ വേണം, അവിടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് വിടും. പക്ഷെ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഭയങ്കര തിരക്കാണ് എപ്പോഴും. അവിടെ ഒന്നിനും ഒരു സൗകര്യമില്ല, ആർക്കും ഒരു സൗകര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഡോക്ടർ എന്നെ വിളിച്ച് പറയും മാഡം തിരിച്ചു വിടുക. കൂടാതെ പോലീസുകാർക്ക് വലിയ താല്പര്യമില്ല, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിന് വലിയ താല്പര്യമില്ല ഇവൻ ഇടയ്ക്കിടയ്ക്ക് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോകുന്ന. അവർക്ക് ഇപ്പോഴും പറയാൻ ആഗ്രഹം ഇവന് മാനസികമായി അസുഖമൊന്നുമില്ല, ഇവൻ കരുതിക്കൂട്ടി അച്ഛനെയും അമ്മയും അനിയത്തിയൊക്കെ കൊന്ന് സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി ചെയ്ത ഒരു കൊലപാതകം എന്നുള്ള മട്ടിലാണ് അവർ കേസ് ഫയൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. എന്തായാലും അവർ പറയും മാഡം അവനെ മാനസികാശുപത്രിയിലൊന്നും വിടണ്ട, അവിടെ ഡോക്ടറെ വിളിച്ച് ചികിത്സിപ്പിച്ചാൽ മതി എന്നൊക്കെ അവർ പറയും. നമ്മൾ വിളിച്ച് പറഞ്ഞു പോലീസ് വരുമൊന്നുമില്ല അവനെ കൊണ്ടുപോകാനായിട്ട്. പിന്നെ നമ്മൾ തന്നെ ആംബുലൻസ് വിളിപ്പിച്ച് അവനെ കൊണ്ട് അവിടെ ആക്കുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് അവന് കുറേ നാള് നടത്തി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവൻ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കൂടെ ചോക്ക് ചെയ്തു. അത് കുടുങ്ങി, ലങ്സിലെങ്ങാണ്ട് കുടുങ്ങിയിട്ട് അവന് ദൂരെയും പതയൊക്കെ വായി കൂടെ വന്ന് ഇങ്ങനെ ഫിക്സ് വരുന്നത് പോലെ ഇങ്ങനെ കിടന്ന് പെടഞ്ഞിട്ട് അവന് ശ്വാസമൊക്കെ നിന്ന് ഭയങ്കരമായിട്ട് സീരിയസ് ആയി അവനെ ആശുപത്രി കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് അവരവിടെ ICU നിർത്തി ചികിത്സിച്ച് ഓരോ ദിവസവും ഞാൻ ചോദിക്കുമ്പോൾ പറയും വളരെ സീരിയസ് ആണ് അവൻ്റെ കണ്ടീഷൻ, അങ്ങനെ കുറേ ഭക്ഷണം ഇങ്ങനെ ലങ്സിൽ കയറി പോയിട്ടുണ്ട്, അവന് ബ്രീതിങ് പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കും ഇതോടെ അവനെ പോയാൽ കൊള്ളായിരുന്നു. കാരണം ജയിലില്ല, കാരണം ദൈവം ഒരു ഇതുണ്ടല്ലോ, ഒരു നാച്ചുറൽ ജസ്റ്റിസ് എന്ന് സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യം. ജയിലിൽ അവനെ കാണാൻ ഒറ്റ മനുഷ്യർ വരത്തില്ല. അവന് ബന്ധുക്കളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ബന്ധുക്കളുണ്ട്. അവൻ്റെ അച്ഛൻ്റെ ഫാമിലിയിലും അമ്മയുടെ ഫാമിലിയിലും ഒക്കെ നിറയെ ബന്ധുക്കളുണ്ട്. പക്ഷെ അവരാരും അവനെ തിരിഞ്ഞു നോക്കൂല. അവനൊരു വേഷം പോലും കൊണ്ട് കൊടുത്തിട്ട് ഒരു ഭക്ഷണം പോലും കൊണ്ട് കൊടുത്തിട്ടില്ല. വന്ന അതേ വേഷത്തിൽ അവരിങ്ങനെ നിൽക്കുകയാണ് എത്രയോ നാൾ. നമ്മളാണ് ജയിൽ അധികൃതരാണ് വേഷമൊക്കെ വാങ്ങിച്ച് അവന് വേറെ ടീഷർട്ടും ഷർട്ടും പാൻറ്റും മുണ്ടും തോർത്തും ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വീട്ടുകാരോട് അവര് വിളിച്ചു പറഞ്ഞാൽ തന്നെ അവർ ഞങ്ങൾക്ക് കാണണ്ടെന്ന് പറയും. അപ്പൊ ആരും അവന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കോടതിയിലും വന്നിട്ടില്ല, ആശുപത്രിയിലും വന്നിട്ടില്ല, ജയിലിലും വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു പയ്യൻ ഇങ്ങനെ എത്ര നാളെന്ന് പറയും, കേസിന്റെ വിചാരണ എന്ന് പറഞ്ഞാൽ നീണ്ടു പോവാം. ശിക്ഷ കിട്ടിയാലും അവനെ ഭ്രാന്താശുപത്രിയിലോട്ട് തന്നെ വിടാം. കാരണം ശിക്ഷ എന്ന് പറയുന്നത് തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാനസിക അസ്വസ്ഥയുള്ള ആൾക്കാരെ ഒന്നും തൂക്കിക്കൊല്ലില്ലല്ലോ. അതുകൊണ്ട് അവരെ ചികിത്സിക്കൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും മാനസികാരോഗ്യ ആശുപത്രിയിലേക്ക് വിടാം. അവനിങ്ങനെ നീണ്ടു ഇത്രയും പ്രായമേ ഉള്ളൂ, 28-29 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ ഇത്രയും ജീവിതകാലം മുഴുവൻ ഇവനിങ്ങനെ കഴിയേണ്ടതിനേക്കാളും നല്ലതല്ലേ ഈ സമയത്തൊരു ഫിസ് വന്നങ്ങ് അല്ലെങ്കിൽ ആശുപത്രി കിടന്നുകൊണ്ട് അങ്ങനെ മരുന്നിന്റെ മയക്കത്തിൽ അങ്ങ് പോകുന്നത് എന്നുള്ള മട്ടിലായിരുന്നു ഞാൻ. നമുക്കും സമാധാനം അതുകൊണ്ട് പോയി കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും അവരതെല്ലാം തരണം ചെയ്ത് രക്ഷപ്പെട്ട് വീണ്ടും തിരിച്ചു വന്നു. അപ്പൊ അത് തിരിച്ചു വന്നിട്ട് ഇപ്പം ആരോഗ്യവാനായിട്ട് വീണ്ടും ഇരിക്കുന്നു. 5-5.5 വർഷമായി ഈ സംഭവം നടന്നിട്ട്. ഇതുവരെ കേസിന്റെ ട്രയൽ തുടങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അത് നടക്കുന്നുണ്ടോയെന്നും അറിയില്ല. പക്ഷേ ഇവന്റെ ഒരു കേസ് എന്ന് പറയുന്നത് വളരെ ഒരു വ്യത്യാസപ്പെട്ട ഒരു സംഭവമാണ്. കൂടാതെ എനിക്ക് വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട് അവൻ ഇങ്ങനത്തെ ഒരു ആളാണെന്നുള്ള അറിവ് കിട്ടിയതും അവനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ്. ചെറുപ്പം മുതൽ നമ്മൾ ഒരു കുട്ടിയോട് എങ്ങനെ പെരുമാറുന്നു എന്നനുസരിച്ച് ചെറിയ മാനസിക വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് വലുതായി മാറാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് ഒരു പഠനം ഞാൻ വായിച്ചിട്ടുണ്ട്. ചിലപ്പോൾ പഠിക്കാനുള്ള വിമുഖതയായിരിക്കാം. ഇപ്പൊ വേറൊരു ആർട്ടിക്കിളിൽ ഞാൻ വായിച്ചു,
പഠിക്കാൻ വിമുഖത കാണിക്കുന്ന കുട്ടികളെ സ്കൂളിലും കോളേജിലും വെച്ച് പണിഷ് ചെയ്യുവാണെങ്കിൽ, അതായത് ഒരുപാട് ഉപദ്രവിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും സ്കൂളിൽ വെച്ച് അടിക്കുമല്ലോ. ഇവിടെ ക്രൈസ്റ്റ് നഗർ സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയാം, കാരണം എൻ്റെ മോൻ അവിടെ പഠിച്ചതാണ്. നല്ലപോലെ അടിക്കും. കെയിനിങ് എന്നൊക്കെ പറഞ്ഞ് നിരോധിച്ചിരുന്ന സമയമാണെങ്കിൽ പോലും ഭയങ്കര അടി കൊടുക്കുന്ന ഒരു ഹിന്ദി സാറൊക്കെ ഉണ്ടായിരുന്നു. വലിയ പൈപ്പും കൊണ്ടാണ് ക്ലാസ്സിൽ വരുന്നതെന്നാണ് പറയുന്നത്. ഹിന്ദി സാറിന് ഭയങ്കര പേടിയായിരുന്നു അവന്. അപ്പൊ അവിടെ ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ നല്ല അടി കിട്ടി പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ, അത് വീട്ടിലും ഇതുപോലെയുള്ള ഒരു അവഗണനയുള്ള ഉപദ്രവം ഏറ്റു വളർന്ന ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതായിട്ട് അങ്ങ് വഷളാകും. അപ്പൊ അങ്ങനെ ഉപദ്രവത്തിലൂടെ മാനസിക വിഭ്രാന്തി കൂടിയ ഒരു വ്യക്തിയാണോ എന്നും അറിയില്ല. അതായിരിക്കും സ്വന്തം അച്ഛനമ്മമാരോടും സഹോദരിയോടും ഏറ്റവും കൂടുതൽ വൈരാഗ്യം ഇവന് തോന്നാൻ കാരണം. എന്തായാലും ഇതുപോലെ ഒരു സംഭവം ഇനി കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ, കേരള ജിൻസൺ രാജാമാരുണ്ടാവാതിരിക്കട്ടെ. ഈ ഒരു അനുഭവം രസകരമായതുകൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവച്ചതാണ്. അടുത്ത വേറൊരു കഥയുമായിട്ട് കാണാം. സസ്നേഹം, ശ്രീലേഖ.